സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടർ ശ്രീ എം.ആർ. തമ്പാൻ സാറാണ്. ശ്രീ തമ്പാൻ സാറിനെയും ഇന്ന് അധ്യക്ഷത വഹിക്കുന്നത് വയലാർ സാംസ്കാരിക ഉത്സവ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീമാൻ മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ, ശ്രീമതി ആശംസകൾ അർപ്പിക്കുന്ന ശ്രീമതി ജയശ്രീ ഗോപാലകൃഷ്ണൻ, ശ്രീ കൃതജ്ഞത അർപ്പിക്കുന്ന ശ്രീ ഗോവൻ ശാസ്തമംഗലം തുടങ്ങിയ ബഹുമാന്യ വ്യക്തികളെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഇന്നത്തെ യോഗം ആരംഭിക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൻ്റെ ആരംഭത്തിൽ ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഈശ്വര പ്രാർത്ഥന കുമാരി പ്രാർത്ഥന രതീഷ് ആലപിക്കുന്നു. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടി ഞാൻ ശാന്തി അറിയണമേ. ഭൂമിയമ്മ എന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളിന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നിന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. ഇന്നത്തെ ഈ സാംസ്കാരിക ചടങ്ങിൻ്റെ സ്വാഗതം ആശംസിക്കുക. ഇതിൻ്റെ കൺവീനർ എന്ന സ്ഥാനത്ത് നിന്ന് വിജയകുമാർ എന്ന ഞാനാണ്. ഞാൻ നേരിട്ട് അതിൻ്റെ കർത്തവ്യത്തിലോട്ട് കടക്കുകയാണ്. വയലാർ സാംസ്കാരിക വേദി കഴിഞ്ഞ 17 വർഷത്തോളമായി തിരുവനന്തപുരത്തിൻ്റെ നഗരവേദിയിൽ കോവിഡ് സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്, പുത്തിരിക്കണ്ടം മൈതാനത്ത് 16 ദിവസം നീണ്ടു നിൽക്കുന്ന ഗാനമേളകൾ ആണ് ഉണ്ടായിരുന്നത് സുപ്രസിദ്ധ ഗായകരുടെ. അത് ഈ വർഷം ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തണമെന്നാണ് ഞങ്ങൾ ആലോചിച്ചതും ഇപ്പം നടക്കുന്നതും. വയലാർ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അവർക്കും അറിയാം. പത്രമാധ്യമങ്ങളിലും കൂടി മിക്കവാറും ഒരു മാസത്തിൽ 4 or 5 പരിപാടികൾ, സാമൂഹിക പ്രതിബദ്ധതയുള്ള പരിപാടികൾ ഞങ്ങൾ കാഴ്ചവെക്കാറുണ്ട്, ഞങ്ങൾ ചെയ്യാറുണ്ട്. ചട്ടമ്പിസ്വാമി ഇതിൻ്റെ സഹോദര സംഘടനയായ ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതിയുടെ പരിപാടികളും നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. തിരുവനന്തപുരത്ത് വയലാർ സാംസ്കാരിക വേദിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത സാമൂഹിക അല്ലെങ്കിൽ സഹൃദയ മനസ്സ് വളരെ കുറവായിരിക്കും. അത്രത്തോളം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുകയും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പരിപാടികൾ നടത്തിവരുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഈ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഈ ഗാനമേള എന്ന് പറയുന്നത് ഞങ്ങളുടെ സഹൃദയ കൂട്ടായ്മയാണ്. ഇതെല്ലാം ഇവിടുന്ന് ഇപ്പോൾ ഈ പ്രാർത്ഥന പാടിയ പ്രശസ്ത ഗായിക, ചലച്ചിത്ര പിന്നണി ഗായിക പ്രാർത്ഥന ഉൾപ്പെടെ ഒട്ടനവധി, ഇന്നിപ്പോൾ ഇവിടെ പാടുന്ന സുപ്രസിദ്ധ ഗായകരായ രവിശങ്കറായാലും അഖിലാനന്ദായാലും ഇന്നലെ പാടിയ പന്തളം ബാലൻ ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തിത്വങ്ങളും ഞങ്ങളുടെ സഹൃദയ കൂട്ടായ്മയാണ്. അവരൊന്നും സാമ്പത്തികം മോഹിച്ചല്ല ഈ പരിപാടിക്ക് വരുന്നത്. ഞങ്ങൾ അവർക്കൊന്നും കൊടുക്കാറുമില്ല. ഞങ്ങളുടെ സഹൃദയമായ ആ ഒരു കൂട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ പരിപാടികളും അവർ അവതരിപ്പിച്ചു പോകുന്നത്. ഇത് തിരുവനന്തപുരത്തെ സഹൃദയ മനസ്സുകൾക്ക് മുന്നിൽ ഞങ്ങൾ കാഴ്ചവെക്കുകയാണ്. വയലാറിൻ്റെ മൺമറഞ്ഞ ഗാനങ്ങളും ഇന്ന്
പി ഭാസ്കരൻ മാഷിൻ്റെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പ്രശസ്ത ഗായകൻ രവിശങ്കറിൻ്റെ നാമധേയത്തിലുള്ള ഈ ഗാനമേള ഇന്ന് അവതരിപ്പിക്കുന്നത്. നാളെ പൂവച്ചൽ ഖാദർ, അടുത്ത ദിവസം ജോൺസൺ മാസ്റ്ററും അപ്പം അങ്ങനെ മലയാളത്തിൽ പാടിപ്പതിഞ്ഞ നമുക്ക് നഷ്ടപ്പെട്ടു പോയ വസന്തങ്ങളുടെ എഴുത്തുകാരും സംഗീത സംവിധായകരുടെയും ഗാനങ്ങളാണ് ഇന്നും ഈ 5 ദിവസമായിട്ട് അവതരിപ്പിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായ അനുഭൂതിയാണ് തലസ്ഥാന നഗരിയിലുള്ള ആൾക്കാർക്ക് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ വ്യക്തികളും അത് ആസ്വദിക്കണമെന്ന് അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിലോട്ട് കടക്കുകയാണ്. ആദ്യമായിട്ട് സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ ഇന്ന് ഗാനമേള നയിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയങ്കരനായ ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ രവിശങ്കറിനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട്ട് കടക്കുകയാണ്. കാരണം ഗാനമേള താമസിയാതെ ആരംഭിക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഈ സാംസ്കാരിക ചടങ്ങ് ഒരു 20 മിനിറ്റോ 25 മിനിറ്റോ കൊണ്ട് അവസാനിക്കും. അത് കഴിഞ്ഞുടനെ തന്നെ ഗാനമേള ആരംഭിക്കും. ഇന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി വഹിക്കുന്നത് ഈ ഉത്സവ കമ്മിറ്റിയുടെ ചെയർമാനായ ശ്രീ മുക്കമ്പാലമൂട് രാധാകൃഷ്ണനാണ്. നമുക്കൊക്കെ അറിയാം, വിഴിഞ്ഞം തുറമുഖം നമുക്കൊക്കെ അറിയാം, ഇന്നിപ്പം കൊട്ടിഘോഷിക്കപ്പെട്ട് വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾ, കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം ശരിക്കും മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഇതിലാണ്. തിരുവനന്തപുരത്തിൻ്റെ അനന്ത സാധ്യതകൾ നൽകുന്ന ആ ഷിപ്പിംഗ് പ്രോജക്റ്റിൻ്റെ ഭാഗമാകുന്ന വിരലിൽ എണ്ണാവുന്ന മലയാളികളിൽ ഒന്നാണ് ശ്രീ മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് ആ പേരിൽ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് സന്തോഷമുണ്ട്. കേരളത്തിൽ ഒട്ടനവധി പ്രസ്ഥാനങ്ങളുടെ അംഗീകാരം അദ്ദേഹത്തിന് അതിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഭാഗമായ അദ്ദേഹം ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. അതിന് പുറമെ തിരുവനന്തപുരം കേരളത്തിലെ ലോകത്തറിയപ്പെടുന്ന റെഡ് ക്രോസ് സൊസൈറ്റിയുടെ തിരുവനന്തപുരം യൂണിറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗവാക്കാണ്. ഈ ഉത്സവ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ മുക്കമ്പാലമൂടാണ്. അദ്ദേഹത്തിനെ വളരെ സ്നേഹപൂർവ്വം എൻ്റെയും ഈ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം രേഖപ്പെടുത്തേണ്ടത് നമുക്കൊക്കെ അറിയാവുന്ന പ്രഗത്ഭവാഗ്മി, എഴുത്തുകാരൻ, എല്ലാത്തിലുമുപരി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന പ്രസാധക പ്രസ്ഥാനത്തെ ഇന്നറിയപ്പെടുന്ന തരത്തിൽ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് അതിനെ ഒരു പ്രവർത്തന ശാഖയിൽ വളരെ ഊർജ്ജത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുവന്ന ശ്രീ MR തമ്പാൻ സാറാണ്. തമ്പാൻ സാറിനെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഒത്തിരി ഊർജ്ജമായ ശക്തിയോടുകൂടി കൈയടിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടിരുന്ന MM ഹസൻ സാറാണ്. അദ്ദേഹം ഇന്ന് എത്തിയിട്ടില്ല. കാരണം ഇലക്ഷൻ, അതായത് നമുക്കറിയാം ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി ഇന്ന് വയനാട് നാളെ സ്ഥാനാർത്ഥിത്വം നൽകുന്നത് കൊണ്ട് UDFൻ്റെ കൺവീനർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് അവിടെ പോകേണ്ടതുകൊണ്ട് ഞങ്ങളെ വിളിച്ചറിയിച്ചു. നാളെ കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ വരും എന്നറിയപ്പെട്ടു. അദ്ദേഹം ഞങ്ങളുടെ ഒരു ഭാഗമാണ്. MM ഹസൻ സാറ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പം അന്ന് അദ്ദേഹം എത്തേണ്ടതാണ്, അത് എത്തിയിട്ടില്ല. ആ ഒരു കാര്യം കൂടെ ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് ആശംസ അർപ്പിക്കുന്നതിന് ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ സെക്രട്ടറിമാരിൽ ഒരാളാണ്, ജോയിൻറ്റ് സെക്രട്ടറിമാരിൽ ഒരാളാണ്. പിന്നെ അതിലുപരിയായിട്ട് നോവലിസ്റ്റാണ്, എഴുത്തുകാരിയാണ്, ഇപ്പോൾ ചലച്ചിത്ര നടിയെന്നും കൂടെ പറയാം അല്ലേ? അധ്യക്ഷൻ, നമുക്ക് അങ്ങനെ പറഞ്ഞൂടെ? നമുക്കൊരു സന്തോഷമാണ്. എന്തായാലും ഞങ്ങളുടെ ജയശ്രീ ചേച്ചി ഇന്നൊരു നടിയായിരിക്കുന്നു, എഴുത്തുകാരിയായിരിക്കുന്നു, സാംസ്കാരിക രംഗത്തെ വേറിട്ടൊരു മുഖമായി അനന്തപുരിയിൽ അറിയപ്പെടുന്നു. എല്ലാത്തിനും ഉപരിയായിട്ട് വളരെ സ്നേഹം നിറഞ്ഞ ആ ചേച്ചിയെ, ഞങ്ങളുടെ ജയശ്രീ ചേച്ചിയെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ ഗായകൻ ശ്രീ രവിശങ്കർ, അദ്ദേഹം ഏകദേശം ഒരു 40ഓളം സിനിമ അല്ലേ, അതിൽ കൂടുതൽ സിനിമ. അത് രവിശങ്കർ അങ്ങനെ ഒരിക്കലും ഇത്രയാണെന്ന് പറയില്ല. അത് രവിശങ്കറിൻ്റെ ഒരു മനോഭാവമാണ്, ഒരു മനസ്സിൻ്റെ വലിപ്പമാണ്. നമുക്കറിയാവുന്ന മലയാളത്തിലെ വളരെ പോപ്പുലറായ കുറേയധികം ഗാനങ്ങൾ നമുക്ക് മലയാളികൾക്ക് സംഭാവന നൽകിയ വ്യക്തിയാണ് രവിശങ്കർ. ഞങ്ങളുടെ വയലാർ സാംസ്കാരിക വേദിയുടെ വേറൊരാളല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു, നമ്മൾ പറയുമ്പോൾ ഒരു പൂക്കളുടെ ഇതളുകളിൽ ഒരു ഇതളാണ് രവി. ബഹുമാനപ്പെട്ട രവിയെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പണം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ശ്രീ ഗോപൻ ശാസ്തമംഗലം. നമ്മുടെ ഖജാൻജിയാണ് സംഘടനയുടെ. പണമൊന്നുമില്ല അതിനകത്ത് സൂക്ഷിക്കാൻ, എന്നാലും പണം സൂക്ഷിക്കുന്ന വ്യക്തിയായിട്ട് ഞങ്ങൾ കണ്ടിരിക്കുന്നത് ശ്രീ ഗോപൻ ശാസ്തമംഗലമാണ്.
ഇതിൻ്റെ ഖജാൻജിയാണ്. അദ്ദേഹമാണ് ഇന്ന് ഈ യോഗത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നത്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ സ്വാഗതം ചെയ്യുന്നതായിട്ട് ധാരാളം വ്യക്തികളുണ്ട്. ഞങ്ങളുടെ വനിതാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി സതീ തമ്പിയുണ്ട്, സെക്രട്ടറി മിനിയുണ്ട്, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഗായിക പ്രാർത്ഥന താഴെയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാദർ അച്ഛൻ, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട രതീഷുണ്ട്. ഒട്ടേറെ സുരേഷ് എസ് ബി ഐ സുരേഷ്, ഒട്ടേറെ വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. രാജപ്പൻ സാറുണ്ട്, ഞങ്ങളുടെ സപ്താഹ സമിതിയുടെ കോടിക്കണക്കിന് രൂപയുടെ സൂക്ഷിപ്പുകാരനായിരുന്നു. അപ്പോൾ അങ്ങനെ ഒട്ടേറെ വ്യക്തിത്വങ്ങൾ ഇന്നിവിടെയുണ്ട്. പിന്നെ എല്ലാത്തിലുപരിയായിട്ട് ഇവിടെ ഒന്നും നിൽക്കാതെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിച്ച് പുറത്ത് ഓടി നടക്കുന്നതാണ് ഞങ്ങളുടെ സെക്രട്ടറി ശ്രീ മണക്കാട് രാമേന്ദ്രൻ. അത് നിങ്ങൾ അദ്ദേഹത്തിനെ കാണുന്നത് ഒരിക്കലും സ്റ്റേജിൽ കാണാനുള്ള കുറവാണ്. കാരണം ഇതിനെല്ലാം പിന്നിലുള്ളൊരു ഊർജം ശ്രീ മണക്കാടാണ്. അദ്ദേഹം ഉൾപ്പെടെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തതായിട്ട് അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ഞങ്ങളുടെ ചെയർമാൻ ശ്രീ മുക്കാമ്പാലമുടി രാധാകൃഷ്ണനെ ക്ഷണിക്കുന്നു. ആദരണീയ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട MR തമ്പാൻ സാർ, നമ്മുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ മണക്കാട് രാമചന്ദ്രൻജി, നമ്മുടെ സ്ത്രീമുഖമായ വിജയകുമാർജി സൂചിപ്പിച്ച പോലെ അനന്തപുരിയുടെ സാംസ്കാരിക മുഖം ശ്രീ ജയശ്രീ ഗോപാലകൃഷ്ണൻ, എന്നും വയലാർ സാംസ്കാരിക വേദിക്കും ചട്ടമ്പി സ്വാമിക്കും താങ്കും തണലുമായ ആരാധ്യനായ പ്രിയ സഹോദരൻ ഗായകൻ ശ്രീ രവിശങ്കർജി, ശ്രീ ഈ ആഘോഷ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ശ്രീ വിജയകുമാർജി, നമ്മുടെ എല്ലാം വിജയകുമാർജി സൂചിപ്പിച്ച പോലെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ഇതിൻ്റെ തിരശ്ശീലയിൽ മേൽനോട്ടം വഹിക്കുന്ന ഗോപൻ ശാസ്തമംഗലം, നമ്മുടെ വനിതാ സമാജത്തിൻ്റെ സതി തമ്പി ചേച്ചി, മിനി, ദീപക്, ലേഖ, അനിത, സ്വാഗതം ഗാനം അരുൾ ചെയ്ത പ്രാർത്ഥന രതീഷ്, ഒരുപാട് പരിചയസമ്പന്നമായ വ്യക്തിത്വങ്ങളും മുഖങ്ങളും ഇതിനെ മ്യൂസിക് കൊടുക്കുന്ന ജ്യേഷ്ഠ സഹോദരന്മാർ, സൗണ്ട് നിയന്ത്രിക്കുന്ന രമേശ് ജി, മറ്റു പ്രബുദ്ധരായ അനന്തപുരിയുടെ നിവാസികളെ, 17 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഏകദേശം 23 വർഷങ്ങളോളം ആകും വയലാർ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട്. ഏകദേശം വയലാറിൻ്റെ 50 വർഷം ആഘോഷങ്ങൾ സർക്കാരും തുടങ്ങുവാൻ പോകുന്നു. സ്മരണികയായി നീണ്ട 17 വർഷം കൊണ്ട് അനന്തപുരിയുടെ സാംസ്കാരിക തലത്തിലുള്ള പ്രത്യേകിച്ചും സാധാരണക്കാരായ യുവതീ യുവാക്കൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്നൊരു സാംസ്കാരിക പ്രസ്ഥാനമാണ് വയലാർ സാംസ്കാരിക വേദി. പറയുവാൻ കാരണം, ഇന്ന് എനിക്കെന്ത് കിട്ടുമെന്നുള്ള പ്രതിനിധിയിൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ സാമ്പത്തിക മേഖലയിൽ താഴെ നിൽക്കുന്ന യുവാക്കളെ, യുവതികളെ, കൊച്ചു കുഞ്ഞുങ്ങളെ ഗായകരാക്കുവാനും നൃത്തങ്ങൾ അഭ്യസിപ്പിക്കുവാനും ഈ വേദിയും അതിന് സാമ്പത്തിക ലാഭേച്ഛ നമ്മുടെ മണക്കാട് രാമചന്ദ്രൻജിയും അതുപോലെ തന്നെ രവിശങ്കർ തുടങ്ങിയവരെല്ലാം പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നു. പ്രതിഫലം ഇച്ഛയില്ലാതെ പഠിപ്പിക്കുന്നു. തികച്ചും തിരുവനന്തപുരത്തെ പല സാംസ്കാരിക സംഘടനകളുണ്ട് എങ്കിൽ തന്നെയും വയലാർ സാംസ്കാരിക വേദി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ലോക്കൽ ബോഡികളുടെയും എല്ലാം നിർലോഭമായ സഹായ സഹകരണങ്ങൾ സാമ്പത്തികം ഒഴിച്ച് സഹായം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വയലാർ എന്ന് പറയുന്ന മഹാരഥൻ മലയാളത്തിലെ ഒത്തിരി ഓർമ്മിക്കുന്ന ഗാനങ്ങളുമായിട്ടാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 50 വർഷം തികയുവാൻ പോകുന്നത്. ഈ അവസരത്തിൽ ഇരിക്കുന്ന ജ്യേഷ്ഠ സഹോദരന്മാരായാലും സഹോദരിമാരായാലും വീടുകളിൽ നിൽക്കുമ്പോഴോ കുളിക്കുമ്പോഴോ പാടത്ത് പോകുമ്പോഴോ വയലാറിൻ്റെ ഒരു വരിയെങ്കിലും മൂളാത്ത ദിവസങ്ങളില്ല. അപ്പോൾ അനശ്വരനായ ആ മഹാകവിയുടെ സ്മരണാർത്ഥം അനന്തപുരിയിൽ ഇത്രയും ഒരു സംഘടന വളരുവാൻ കാരണം അനന്തപുരിയുടെയും കേരളത്തിലെയും ജനങ്ങളുടെ
നിർലോഭമായ സഹകരണങ്ങളാണ്. പ്രത്യേകിച്ച് ഈ സമ്മേളനം തുടങ്ങുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയുവാൻ കഴിയും. വയലാറിൻ്റെ ചില വരികൾ നമുക്കറിയാം. ബാബുമോൻ എന്ന ചിത്രം 1975 MS വിശ്വനാഥൻ സാറും വയലാർ രാമവർമ്മ സാറും ചേർന്ന് വരികൾക്ക് MS വിശ്വനാഥൻ സാറ് ഈണം കൊടുത്തുകൊണ്ട് പി ജയചന്ദ്രനും സുശീല മേഡവും പാടിയ പാട്ട് പത്മതീർത്ഥക്കരയിൽ ഒരു പച്ചിളമാളികക്കാട്, പച്ചിളമാളികക്കാട്ടിൽ ഒരു പിച്ചകപ്പൂമരക്കൊമ്പ്, പിച്ചകപ്പൂമരക്കൊമ്പിൽ 2 ചിത്തിരമാസക്കിളികൾ. എന്ത് അർത്ഥവത്താസമായ ആ വാക്കുകളാണ്. പത്മതീർത്ഥ സ്വാമി പള്ളി കൊണ്ട് കിടക്കുകയാണ്. ആ പത്മനാഭ തീർത്ഥം വരുന്ന പത്മതീർത്ഥ കുളം അന്നത്തെ കാലഘട്ടത്തെ വയലാറിൻ്റെ കാഴ്ചപ്പാടിൽ ഇവിടെ പച്ചിലമാളിക കാടുകളായിരുന്നു. ഇന്നെല്ലാം പുരോഗമനം വന്നപ്പോൾ അത് വെട്ടിത്തെളിച്ചു. നമ്മുടെ എല്ലാം കുട്ടിക്കാലത്ത് നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയൊക്കെ ഡയറക്ടറായിരിക്കുന്ന കാലഘട്ടത്തൊക്കെ സാറിൻ്റെയൊക്കെ നമ്മൾ ചെറുതിലെ കാണുമ്പോൾ മുറജപം തൊഴാൻ വരുമ്പോൾ നല്ല കാട് തന്നെയാണ്. വയലാർ ആ ഒരു രീതിയിലാണ് കുളത്തെയും വനത്തെയും പ്രകൃതിയെയും കിളികളെയും ഇതിലേക്ക് കൊണ്ട് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ആ തിരുമുറ്റത്താണ് അദ്ദേഹത്തിൻ്റെ 17ാമത് വാർഷികം നമ്മൾ ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ ചെമ്മീനിൽ 965 രാമുക്കാട്ട് വാര്യർ സാറ് വയലാറിൻ്റെ വരികൾക്ക് മ്യൂസിക് മധുസാർ കൊടുത്തുകൊണ്ട് പാടിയ പാട്ട് യേശുദാസും സെൽ ചൗധരിയും തുടങ്ങിയവർ. കടലിനക്കരെ പോണവരെ കാണാ പൊന്നിന് പോണവരെ പോയി പോയി വരുമ്പോൾ എന്തുകൊണ്ട്. അതും തൊട്ടടുത്താണ് കടലിനക്കരെ. വലിയ ശംഖുമുഖം കടൽ, വലിയ തുറ, പൂന്തറ. അപ്പോൾ ഇത്ര സാധാരണക്കാർക്ക് വേണ്ടി ജീവിത പശ്ചാത്തലത്തിൽ വരികൾ കുറിച്ച മഹാനായ കവി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മഹാരഥനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ വളരെ വളരെ സന്തോഷവും അഭിമാനവും പത്മനാഭൻ്റെ നാട്ടുകാരനെന്നുള്ളതുകൊണ്ട് എനിക്കുണ്ട്. അതുപോലെ തന്നെ നദി എന്ന സിനിമയിൽ 1970 നമ്മളെല്ലാം 6ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞ് 4 വർഷം കഴിയുമ്പോൾ അടിയന്തരാവസ്ഥകൾ വന്നു. ആ സമയത്ത് നമ്മളെല്ലാം പാടി നടന്ന നല്ല പാട്ടുകളുണ്ട്. അനുപമേ അഴകേ, അത് മിക്കവാറും രവിശങ്കർജി ചിലപ്പോൾ ഇവിടെ പാടുമോ എന്ന് അറിഞ്ഞുകൂടാ. അവർ ആ രീതിയിലുള്ള റിഹേഴ്സൽ എടുത്തിട്ടുണ്ടോ എന്നുള്ള. അപ്പോൾ അത്തരത്തിലുള്ള പാട്ടുകൾ നദിയിൽ 70 രൂപകൽപ്പന ചെയ്ത് ഇറക്കിയ ചിത്രങ്ങളാണ്. അതുപോലെ യക്ഷി 68 നമ്മളൊക്കെ ജനിച്ച് ഏകദേശം 5 വർഷമായപ്പോഴുള്ള സിനിമ. യക്ഷിയിൽ 68 വയലാറും വരികളെഴുതി സത്യം മാഷും ശാരദ ടീച്ചറും മാടി ആ സ്വർണ്ണച്ചാമരം വീശിയെത്തും എന്നുള്ള ഗാനം. എന്തെല്ലാം അർത്ഥവർത്ത. ഇന്നത്തെ കവിതകളും സിനിമാ ഗാനങ്ങളും വച്ച് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പാട്ടുകൾ ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഇവിടെ മാത്രമല്ല, കോവളത്ത് നമ്മൾ ഈ വിജയകുമാർജി സൂചിപ്പിച്ച പോലെ തന്നെ കാർഗോ ലോജിസ്റ്റിക്സ് വർക്കിൽ നിൽക്കുമ്പോൾ നല്ല നല്ല മലയാളം പാട്ടുകൾ പാടുന്ന റഷ്യക്കാരികളും അതുപോലെ തന്നെ സ്കോട്ട്ലൻഡുകാരികളും അമേരിക്കക്കാരികളുമൊക്കെ നമ്മളെ മലയാളത്തിൻ്റെ പഴയ പല പാട്ടുകളെ സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കുമ്പോൾ വയലാറിൻ്റെ ഈ സ്മരണയിൽ നല്ല രീതിയിൽ അനന്തപുരിയിൽ നമ്മളെ സഹായിക്കുന്ന അനന്തപുരി നിവാസികൾക്ക് 1000 നന്ദിയും നമ്മളെ സംഘടനയെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുവാൻ വയലാർ സാംസ്കാരിക വേദി ചെയ്യുന്ന പ്രവർത്തനത്തിന് ഭാഗവാക്കുവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷത്തിൽ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭാരത്. ശ്രീ മുക്കമ്പാലമ്മൂട് രാധാകൃഷ്ണൻ ഞങ്ങളുടെ ഈ സംഘ ചെയർമാനാണ്. അദ്ദേഹം ഒരു പാട്ടുകാരനും കൂടെ ആയിക്കഴിയുകയാണ്. ഇപ്പോൾ ഈ സദസ്സിൽ വെച്ച് കഴിഞ്ഞ സദസ്സിൽ വെച്ച് നമ്മുടെ MM ഹസൻ സാർ എത്തിയിട്ടില്ല. ഹസൻ സാർ അദ്ദേഹത്തിനൊരു നാമധേയം നൽകിയതാണ് രോമാഞ്ചം എന്ന്. അതിന് അദ്ദേഹം എത്താത്തത് കൊണ്ട് പറയുന്നില്ല. അദ്ദേഹത്തിന് ഇദ്ദേഹം 2 പ്രാവശ്യം സ്വാഗതത്തിൽ രോമാഞ്ചം എന്ന് പറഞ്ഞു. അപ്പോൾ ഹസൻ സാർ എഴുതി പറഞ്ഞ് മുഴുക്കമ്പാട് മുതൽ രാധാകൃഷ്ണനല്ല രോമാഞ്ചൻ രാധാകൃഷ്ണനാക്കി. അപ്പം അതുപോലെ ഇപ്പോൾ ഗായകനും കൂടെ ആയി. എന്തായാലും വളരെ സ്നേഹമുണ്ട് മുക്കമ്പാലമോട്. അടുത്തതായിട്ട് ഇതിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിനും അനുസ്മരണത്തിനുമായി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ശ്രീ MR തമ്പാൻ സാറിനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. അധ്യക്ഷൻ ശ്രീ രാധാകൃഷ്ണൻ, ശ്രീമതി
ജയശ്രീ, എൻ്റെ നല്ലവനായ അയൽക്കാരൻ കൂടിയായ ഗായകൻ ശ്രീ രവിശങ്കർ, ഈ സാംസ്കാരിക വേദിയുടെ ഭാരവാഹികളായ ശ്രീ വിജയകുമാർ, ശ്രീ ഗോപൻ, അരങ്ങത്ത് വരാതെ അണിയറയിലിരിക്കുന്ന ശ്രീ മണക്കാട് രാമേന്ദ്രൻ, ശ്രീമൂലനഗരം പ്രശസ്ത നാടകകൃത്ത് ശ്രീമൂലനഗരം മോഹൻ ഉൾപ്പെടെ സദസ്സിലുള്ള ബഹുമാന്യരെ, വയലാർ സാംസ്കാരിക വേദി ഇന്ന് ഈ അനന്തപുരിയിലെ സൂര്യ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രശസ്തമായി കാര്യക്ഷമമായി ഏറ്റവും കൂടുതൽ പരിപാടികൾ നടത്തുന്ന ഒരു സാംസ്കാരിക സംഘടനയായി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായും ഗാനമേളയ്ക്ക് വേണ്ടിയാണ് നിങ്ങളെല്ലാം കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. വയലാർ അനുസ്മരണമാണ് എനിക്ക് നൽകിയിരിക്കുന്ന ദൗത്യം. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആ ദൗത്യം ഞാൻ നിർവഹിച്ചോളാം. ജി രാമവർമ്മ തിരുമുൽപ്പാട് എന്നായിരുന്നു വയലാർ രാമവർമ്മ ആദ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെ ഇടയിൽ കുട്ടനായി മാറി, എല്ലാവരുടെയും കുട്ടനായിരുന്നു. എഴുത്തുകാരനായപ്പോൾ 23-ാമത്തെ വയസ്സിൽ പാദമുദ്രകൾ എന്ന ആദ്യത്തെ കൃതി രചിച്ചപ്പോഴാണ് വയലാർ രാമവർമ്മയായി മാറിയത്. അദ്ദേഹത്തിൻ്റെ ബാല്യ കൗമാര കാലഘട്ടങ്ങൾ ശരിക്കും ഒരു കനൽ കടഞ്ഞെടുത്തൊരു ജന്മം പോലെ വളരെ ദുരിതങ്ങളും പ്രയാസങ്ങളും ഉള്ളതായിരുന്നു. 3-ാം വയസ്സിൽ അച്ഛൻ മരിച്ചുപോയി അമ്മാവൻ്റെ സംരക്ഷണയിൽ. അതുകൊണ്ടുകൂടിയായിരിക്കാം തൻ്റെ സർവസ്വവും അമ്മയായി മാറിക്കഴിഞ്ഞത്. അമ്മയുമായിട്ടുള്ള സ്നേഹം ഒരു മാതൃപുത്ര ബന്ധത്തിനെന്നും എക്കാലത്തെയും ഒരു മാതൃകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കഴിവ് സ്വയം ആർജിച്ചത് അനൗപചാരിക വിദ്യാഭ്യാസത്തിലൂടെ ആർജിച്ച കഴിവുകൾ. അദ്ദേഹം ആദ്യം സംസ്കൃതം പഠിപ്പിക്കാൻ വിട്ടു, പിന്നീട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയി. പക്ഷേ 5-ാം സ്റ്റാൻഡേർഡിൽ പഠിത്തം നിർത്തിയെങ്കിലും ബിരുദാനന്തര ബിരുദം നേടിയവരെക്കാളും മലയാള ഭാഷയിലും ഭൗതിക ശാസ്ത്രത്തിലും ലോകവിജ്ഞാനത്തിലുമൊക്കെ അറിവ് നേടാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ വായനയിലൂടെ. ഒരുപക്ഷെ സംസ്കൃത വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടിയ പദസമ്പത്തായിരിക്കും, കോമള പദങ്ങൾ കൊണ്ടുള്ള ഒരു പകിടകളിയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളിലുമെല്ലാം ഉള്ളത്. കവിതകളിലെ ആദ്യ കാലഘട്ടത്തിലെ കവിതകൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ആമുഖത്തിൽ തന്നെ സ്വാധീനിച്ചിട്ടുള്ളത് വള്ളത്തോളിൻ്റെയും ജി ശങ്കരക്കുറുപ്പിൻ്റെയും കവിതകളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും ചങ്ങമ്പുഴ കവിതകളാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. കാരണം ചങ്ങമ്പുഴ കവിതകൾ കാൽപ്പനികതയിലായിരുന്നു. പക്ഷേ കാൽപ്പനികതയുടെ ഏതാണ്ട് അത്യുംഗ ശൃംഗത്തിലായിരുന്നു ചങ്ങമ്പുഴ. അതിൽ തൈക്ഷണിക ഭാവമൊന്നുമില്ലായിരുന്നു. ഒരു വെറും വൈയക്തികമായ ദുഃഖങ്ങളും പ്രേമവും മൃത്യുവിനെ കൊണ്ടുള്ള ഒരു ഭീതിയും അത് മാത്രമായിരുന്നു ചങ്ങമ്പുഴയുടെ. പക്ഷേ ചങ്ങമ്പുഴയെ അനുകരിച്ചെങ്കിലും പ്രത്യേകിച്ചും ഈ കോമള പദങ്ങളൊക്കെ എടുക്കുന്നതിൽ, ഗാനങ്ങളിൽ കവിതകളിൽ സന്നിവേശിപ്പിക്കുന്നതിൽ എടുത്തിരുന്നെങ്കിലും ചങ്ങമ്പുഴയിൽ നിന്നൊരു മാറ്റം, ഒരു വ്യത്യസ്തത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു മാറ്റൽ, ചങ്ങമ്പുഴയുടെ ഒരു മാറ്റലിക്കവി, ചങ്ങമ്പുഴയെ അനുകരിച്ച പലരും ചങ്ങമ്പുഴയുടെ മാറ്റലിക്കവികളായി മാറിയപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ മാറി റിയലിസത്തോടു കൂടി ജീവിതത്തിനെ അതിൻ്റെ പച്ചയായ യാഥാർത്ഥ്യത്തോടു കൂടി കാണാൻ വയലാറിന് കഴിഞ്ഞു. അതാണ് ചങ്ങമ്പുഴയിൽ നിന്ന് ഒരു വ്യത്യസ്തത ഇദ്ദേഹത്തിന് കാണുന്നത്. പിന്നീട് അത് കഴിഞ്ഞ് വന്നപ്പോൾ പുരോഗമന ആശയങ്ങളിലേക്ക് മാറി. തുടക്കത്തിലെ ആദ്യത്തെ കവിത പാദമുദ്രകൾ ഗാന്ധിജിയെക്കുറിച്ചുള്ളതായിരുന്നു. ആരംഭകാലത്തിലെ ഗാന്ധിജിയുടെ ഒരു ആരാധകനായിരുന്നു. അഹിംസയിലും മറ്റും വിശ്വസിക്കുന്ന, സത്യത്തിലും ധർമ്മത്തിലും വിശ്വസിക്കുന്ന ഗാന്ധിജിയുടെ അനുയായിയായിരുന്ന അദ്ദേഹം പിന്നീട് നാടകത്തിൽ, പത്രപ്രവർത്തനത്തിൽ, അങ്ങനെ പല മേഖലകളിൽ പോയി. പക്ഷേ അവിടെ ഒന്നും കാര്യമായ വിജയം നേടിയില്ല. പിന്നെ രാഷ്ട്രീയത്തിലേക്ക്, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക്, പുരോഗമന പ്രസ്ഥാനത്തിലേക്ക്, മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി. മതങ്ങളുടെ പേരിൽ നടത്തുന്ന വിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു പുരോഗമന സ്വഭാവമുള്ള ഒരു കവിയായി അദ്ദേഹം മാറി. പാദമുദ്രകൾക്ക് ശേഷം അദ്ദേഹം കൊന്തയും പൂണുനൂലും എന്നുള്ള കവിത വന്നതോടുകൂടി തന്നെ ഒരു അരുണദശകത്തിലൊക്കെ കവിയായി കയറി. കാരണം വളരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് അനുഭാവമുള്ള കവികളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട്, ഒരു കവിക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭാസ്കരൻ മാഷിൻ്റെ, അതുപോലെ തിരുനെല്ലൂർ കരുണാകരൻ്റെ, പുനലൂർ ബാലൻ്റെ, ONVയുടെ, വയലാറിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള അരുണദശകത്തിലെ കവികളായിട്ട് അവരൊരു സ്ഥിതി സമത്വത്തിന് വേണ്ടി, ചൂഷണത്തിനെതിരായി,
തൊഴിലാളി വർഗ ആധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു ചിന്തയും പടപ്പാട്ട് എന്ന് വിളിച്ച് അവരെ ആക്ഷേപിച്ചെങ്കിലും ഒരു പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ വളർന്നത് നാടകത്തിലൂടെയും ഇതുപോലുള്ള കവികളിലൂടെയുമാണ് അതിൽ ഏറ്റവും വളർന്നിട്ടുള്ളത്. പക്ഷേ എന്തോ ഒരു വിധി വൈപരീത്യം എന്ന പോലെ, നിയോഗം എന്ന് പറഞ്ഞ പോലെ അരുണദശകത്തിലെ കവികളെല്ലാം തന്നെ അവസാന കാലഘട്ടമായപ്പോൾ നിരാശരായിരുന്നു. പക്ഷേ മോഹഭംഗമുണ്ടെങ്കിലും നിരാശയുണ്ടെങ്കിലും ഇന്നത്തെ പല രാഷ്ട്രീയ അവസരവാദ രാഷ്ട്രീയക്കാരെ പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വിടാനോ അതിനെ കുറ്റപ്പെടുത്താനോ മാറി വേറൊരു സംഘടനയിൽ പോകാനോ ഒന്നും ഈ അരുണദശകത്തിലെ ഒരു കവികളും മുതിർന്നില്ല. അവരവരുടെ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ പ്രത്യയശാസ്ത്രപരമായ സ്വപ്നങ്ങളുടെ, നഷ്ടസ്വപ്നങ്ങളുടെ വിലാപങ്ങളും രോദനങ്ങളും അവർ നടത്തുകയാണ്. വയലാർ തന്നെ അവസാന ഘട്ടം ആയപ്പോൾ വിപ്ലവത്തെക്കുറിച്ച് വളരെ രാജ്വലമായ കവിതകൾ രചിച്ച വയലാർ അവസാന ഘട്ടമായപ്പോഴത്തേക്ക് ഇവിടെ വാളല്ല എൻ്റെ ആയുധമെന്നും കരവാള് വിറ്റ് ഞാനൊരു പൊന്മണി വീണ വാങ്ങിയെന്നും അദ്ദേഹം എഴുതേണ്ടി വരും. അതുപോലെ തന്നെ സ്നേഹിക്കയില്ല ഞാൻ വേദനിക്കുന്ന ആശ്വസിപ്പിക്കാത്തത് പ്രത്യയശാസ്ത്രത്തെ എന്നും അദ്ദേഹം പാടുകയുണ്ടായി. അങ്ങനെ നോവും ആത്മാവിനെ സ്നേഹിക്കാത്ത ഒരു തത്വശാസ്ത്രത്തെയും ഞാൻ സ്നേഹിക്കുകയില്ല എന്ന് അദ്ദേഹം പാടുകയുണ്ടായി. ഓൻവിയും ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹം കവിതയിലൂടെ പരസ്യമായി ചോദിച്ചോ, ആ വാഗ്ദത്ത ഭൂമി എവിടെ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. കൽക്കട്ട ഏറ്റവും ഈ അരുണദശകത്തിലെ കവികളിലെ വയലാറിനേക്കാളും ഓൻവിയേക്കാളും തിരുനെല്ലൂരിനേക്കാളും പൂനല്ലൂർ ബാലനേക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ചത് ഭാസ്കര മാഷാണ്. ഇന്ന് ഭാസ്കര മാഷിനെക്കുറിച്ച് ഭാസ്കര മാഷിൻ്റെ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഗാനോപഹാരമാണ് ഇവിടെ സമർപ്പിക്കാമത്. ഏറ്റവും കൂടുതൽ ജയിൽവാസം അനുഭവിച്ചുകൊണ്ട് അറസ്റ്റ് വരിച്ച് വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തി, കോളേജിൽ നിന്ന് പുറത്താക്കി വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തി ഏറ്റവും കൂടുതൽ ത്യാഗമനുസരിച്ച് ഭാസ്കര മാഷ. പക്ഷേ ആ ഭാസ്കര മാഷും കൽക്കട്ട തീസിസിൻ്റെ കാലഘട്ടം വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് വിട പറയേണ്ട സ്ഥിതി പറയുന്നു. കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ കമ്മ്യൂണിസം എന്നൊക്കെ അദ്ദേഹം ചില കവിതകളുമൊക്കെ എഴുതി അവിടെ നിന്ന് അദ്ദേഹത്തിന് മാറി. അതിൽ ഏറ്റവും രൂക്ഷമായ വിമർശനം എന്നത് പുനലൂർ ബാലൻ്റെയാണ്. പത്തനാപുരം പുനലൂർ മേഖലകളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പടുത്തുയർത്തിയത് പുനലൂർ ബാലനാണ്. പക്ഷേ അദ്ദേഹം ആ പ്രസ്ഥാനത്ത് എന്ന കവിതയിലൂടെ ചോദിച്ചു, ഇത്തിരി വിഷാദം കുടിച്ചിറക്കി, ഇത്തിരി വികാരം മനസ്സിൽ നിർത്തി, ചോദിച്ചിടട്ടെ സഖാവേ, ദൂരെ ഉമവെട്ടി നിന്ന ചാരച്ചോട്ട് ചാരമായെന്നുറപ്പായോ, വഴികാട്ടിയായി മിഴിമിന്നി നിന്ന നക്ഷത്രം മിഴിപൂട്ടി എന്നുറപ്പായോ എന്ന് അദ്ദേഹം ആ പ്രസ്ഥാനത്തിലൂടെ ചോദിക്കേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ ആ ഒരു സ്വന്തം പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ തങ്ങളുടെ തങ്ങളുടെ പ്രസ്ഥാനത്തോടുള്ള ആത്മവിമർശനം നടത്തുകയും തങ്ങളുടെ മോഹഭംഗങ്ങളെക്കുറിച്ച് വിലപിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഇവരാരും പോകാതെ അവിടെ തന്നെ നിന്ന് വിമർശനം നടത്തുകയാണ്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. വയലാർ രാമവർമ്മയുടെ സർഗപ്രതിഭയ്ക്കുള്ള ഒരു ചെറിയൊരു അനുഭവം വായനാ അനുഭവം പങ്കുവെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. P.K. വിക്രമൻ നായർ ഒരു കാലത്ത് നാടകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വേദിയും അരങ്ങുമൊക്കെ ആയിരുന്നു നമ്മുടെ അനന്തപുരി. വായനശാല കേശവപിള്ളയുടെ നേതൃത്വത്തിലുള്ള അമച്വർ നാടക സംഘം, കലാനിലയം, കൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള നാടക വേദികൾ. അന്നേരം അമച്വർ നടന്മാരും നാടകകൃത്തുക്കളും കൈനിക്കര കുമാരപിള്ളയെ പോലുള്ളവർ, C.K. ലില്ലി, അതുപോലെ തന്നെ P.K. വിക്രമൻ നായർ, P.K. വേണുക്കുട്ടൻ നായർ തുടങ്ങിയ ഒരു മഹാപ്രതിഭകൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. P.K. വിക്രമൻ നായർ മരിച്ച ദിവസം അന്ന് കൗമുദി അങ്കണത്തിലെ ഈ സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒത്തുകൂടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ അന്ന് ഒത്തുകൂടി എല്ലാവരും ദുഃഖിതരാണ്, സാഹിത്യകാരന്മാരും ഇവരും എല്ലാം. അവരെല്ലാവരും വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ മാനേജർ വന്നിട്ട്, കൗമുദിയുടെ മാനേജർ വന്നിട്ട് ബാലകൃഷ്ണനോട് പറഞ്ഞു, എഡിറ്റോറിയൽ ഉടനെ എഴുതി തരണം, ഇന്ന് പ്രസ്സിൽ മാറ്റർ കയറിയാലേ നാളെ ഇറങ്ങാനൊക്കെയുള്ളൂ. കെ ബാലകൃഷ്ണൻ പറഞ്ഞു, അണഞ്ഞിട്ടും ജ്വാലിയായ കെ ബാലകൃഷ്ണൻ പറഞ്ഞു, ഇന്നെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ P.K. വിക്രമം പോയ ദിവസമാണ്, എൻ്റെ കൈ ഇന്ന് ചലിക്കില്ല എന്ന്. അപ്പം ഇത് എഴുതാതെ എങ്ങനെ? അപ്പം മറ്റു കൂടുള്ളവരും മാനേജരും ഒക്കെ പറഞ്ഞു, കൗമുദിയുടെ സത്ത എന്ന് പറയുന്നത് ചന്ദ്രികയുടെ ചോദ്യോത്തരവും അതിൻ്റെ എഡിറ്റോറിയലുമാണ്. അതില്ലാതെ ഇതെങ്ങനെ ഇറക്കും? അതുകൊണ്ട് എന്തെങ്കിലും എഴുതി തന്നേ ഒക്കെയുള്ളൂ.
എനിക്കിന്നൊന്നിനും പറ്റില്ല, എന്നെ ഇന്നൊന്നിനും കൊള്ളില്ല. ഒരു കാര്യം ചെയ്യും കുട്ട, നീ ഒരു കവിത എഴുതി കൊടുക്കുക. PK വിക്രമൻ നായരെക്കുറിച്ച് നിൻ്റെ മനസ്സിലുദിക്കുന്ന ഒരു കവിത നീ എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞു. അന്ന് കുട്ടൻ ഇച്ചിരി മാറിയിരുന്ന ഒരു കടലാസിൽ എന്തോ കുറിച്ചിട്ട് തിരിച്ചു കൊണ്ടു കെ ബാലകൃഷ്ണൻ കൊടുത്തു. കെ ബാലകൃഷ്ണൻ വളരെ സന്തോഷത്തോടെ അത് വായിച്ചു. കയ്യിലൊരു ഇന്ദ്രധനുസ്സുമായി പിയാൻ വന്ന മഴ തുലാവർഷമേ കമ്രവർഷ രജനിയിൽ കണ്ടുപോ നീ എൻ്റെ രാജഹംസത്തെ എന്ന 4 വരി കവിത എഴുതി കൊടുത്തു. കെ ബാലകൃഷ്ണൻ ആ കവിത മാനേടി കൊടുത്തിട്ട് എഡിറ്റോറിയൽ കോളത്തിൽ ഒരു കറുപ്പ് റൗണ്ടും ഇട്ടിട്ട് രാജഹംസം എന്നൊരു ടൈറ്റിലും കൊടുത്ത് രാജ്യം ഈ കവിത ഈ വരികൾ ഇതിൽ കൊടുത്താൽ മതി. അങ്ങനെ നിമിഷ നേരം കൊണ്ട് എല്ലാ ദുഃഖങ്ങളും അക്ഷരങ്ങളിലൂടെ ആവാഹിക്കുവാനും മനുഷ്യൻ്റെ മൃദുല വികാരങ്ങൾ മാത്രമല്ല ശാസ്ത്രചിന്തയെയും ഉണർത്താൻ കഴിവുള്ള ഇത്. ശാസ്ത്രത്തെയും അതുപോലെ തന്നെ ഭാവനയെയും സമന്വയിച്ച കവിയാണ് അദ്ദേഹത്തിൻ്റെ പല കവിതകളും. മതങ്ങളുടെ പേരിൽ നടത്തുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു ഗർജനമായിട്ട് അത് മാറിയിരുന്നു. മലയാളികളുള്ളിടത്തോളം കാലം എന്നും നമ്മൾ യേശുദാസിനെയും വയലാറിനെയും ഭാസ്കരൻ മാഷയെയും എല്ലാം നമ്മൾ ഓർക്കും. ആ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് ഈ ചടങ്ങ് സവിനയം ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി. ഒട്ടേറെ വ്യക്തിത്വങ്ങൾ വീണ്ടും ഉണ്ട്. അപ്പോൾ സ്വാഗതം ആശംസിക്കേണ്ടതിൽ ശ്രീ കിഴക്കേക്കോട്ട പൗരസമിതിയുടെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ PK രാജൻ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. ശ്രീ മോഹൻ, താങ്കളെ നേരത്തെ സ്വാഗതം ചെയ്യാൻ വിട്ടുപോയതിൽ ക്ഷമിക്കണം. അടുത്തതായിട്ട് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ എഴുത്തുകാരി, സിനിമാ നടി, എന്ത് പേരിൽ അറിയണമെന്ന് അറിഞ്ഞൂടാ, എല്ലാമായ ജയശ്രീ ചേച്ചിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇന്നത്തെ യോഗ അധ്യക്ഷനും നമ്മുടെ ഉത്സവ കമ്മിറ്റി കൺവീനറുമായ ശ്രീ മുക്കമാലമൂട് രാധാകൃഷ്ണൻ സർ, ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ നമ്മുടെ മുഖ്യ അതിഥിയായ അതായത് അറിവിൻ്റെ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അപാരത ശ്രീ തമ്പാൻ സാർ, ശ്രീ MR തമ്പാൻ സാർ, നമ്മുടെ ഇതിൻ്റെ സെക്രട്ടറി ശ്രീ മണക്കാട് രാമചന്ദ്രൻ, ട്രഷറർ ഗോപൻ ശാസ്തമംഗലം, കൺവീനർ വിജയകുമാർ, അതായത് വയലാർ സാംസ്കാരിക വേദി തുടങ്ങിയ അന്നു മുതൽ നമ്മോടൊപ്പം നമ്മുടെ കുടുംബാംഗമായി സഹകരിക്കുന്ന പ്രശസ്ത ഗായകൻ ശ്രീ രവിശങ്കർ, വനിതാ വിഭാഗം പ്രസിഡന്റ് ശ്രീമതി സചേച്ചി, സെക്രട്ടറി മിനി, ലേഖ അനിത, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും പ്രശസ്ത ഗായികയുമായ ഷീല വിശ്വം, പ്രമീള, ജയരഘു, അനിത, ലേഖ, അങ്ങനെ നിരവധി ഈ വേദി സമ്പന്നമാക്കാൻ എത്തിയ രാജൻ എൻ്റെ ബ്രദറിനെ പോലെയാണ് ശ്രീ PKS രാജൻ. അങ്ങനെ ഈ വേദി ഇന്ന് സമ്പന്നമാക്കാൻ ഇവിടെ എത്തിയ ഓരോരുത്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ വയലാർ സാംസ്കാരിക വേദിയുടെ സാംസ്കാരിക ഉത്സവം ഇത് 17 വർഷം തികയുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയാവുന്നൊരു കാര്യം, ഇത്രയും നാൾ ഇതിലെ ഒരു കുടുംബാംഗമായി കൂടെ ചേർന്ന് നടക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ എത്രയെത്ര ആൾക്കാർ, എത്രയെത്ര വേദികൾ, എത്രയെത്ര പ്രശസ്ത ഗായകർ, സിനിമാക്കാർ, അങ്ങനെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെയും നമുക്ക് കാണാനും അവരുമായിട്ട് സഹകരിക്കാനും ഒക്കെ ഉള്ള വേദികളായിരുന്നു ഇതുവരെയും. ഇപ്പം അതിനൊരു ചെറിയ ഒരു കുറവ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് നടത്തുന്ന ഒരു സമയമുണ്ടായിരുന്നു. അന്ന് ശരിക്കും നമുക്ക് ആളുകളെയൊന്നും പിടിച്ചാൽ കിട്ടില്ല, അത്രമാത്രം ഒരു തിരക്കും ഒരു ശരിക്കും ഉത്സവം തന്നെയായിരുന്നു. എന്തായാലും ഈ വർഷം തോറും ഇങ്ങനെ നടത്തി വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഇന്നലെ നമ്മുടെ ചെയർമാൻ രാജ്മോഹൻ സാർ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പം എങ്കിൽ പോലും എല്ലാ വർഷവും മുടങ്ങാതെ ഈ
ലോകമെമ്പാടും അല്ലെങ്കിൽ ലോകത്തുള്ള മലയാളികളുടെ ഓരോ മനസ്സിലും ഇന്നും ഒരു സ്മരണയായിട്ട് നിൽക്കുന്ന, അതായത് വയലാറിന് മരണമില്ല എന്നല്ലേ നമ്മൾ പറയുന്നത്, നിൽക്കുന്ന വയലാറിൻ്റെ പേരിൽ നമുക്ക് വയലാർ സാംസ്കാരികയുടെ വേദിയുടെ പേരിൽ എല്ലാ വർഷവും ഇങ്ങനെ ഓരോ ഉത്സവം നടത്താൻ പറ്റുന്നത് തന്നെ നമുക്ക് ഭാഗ്യമെന്നേ കരുതാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും കഴിഞ്ഞ 16 വർഷത്തെക്കാട്ടിലും ഈ വർഷം കുറച്ചുകൂടി അതിനൊരു മേന്മ വന്നിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഏത് സംഘടനയിലും കുറച്ചു സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അതിന് തീർച്ചയായിട്ടും മേന്മയേറും. ഏത് സാമുദായിക സംഘടനകൾ എടുത്താലും, രാഷ്ട്രീയ സംഘടന എടുത്താലും, സാംസ്കാരിക സംഘടന എടുത്താലും കുറേ സ്ത്രീകൾ അതിലൊരു കൂട്ടായ്മയാകുമ്പോൾ തീർച്ചയായിട്ടും അതിന് ശേഷം വരുന്ന സാംസ്കാരിക പരിപാടികൾക്ക് മേന്മ കൂടും എന്നുള്ളത് സത്യമാണ്. അതിനൊരു ഉദാഹരണമായിരുന്നു വയലാർ സാംസ്കാരിക വേദിയുടെ പുതിയ വനിതാ വിഭാഗം. കാരണം കഴിഞ്ഞ ഓണത്തിന് അവർ സൗത്ത് പാർക്കിൽ അവതരിച്ച പരിപാടി അത്ര ഗംഭീരമായിരുന്നു. അന്നെനിക്ക് അവരെ അഭിനന്ദിക്കാൻ പറ്റിയില്ല. ഇന്ന് അതിൻ്റെ പ്രസിഡൻറ്റിനെയും സെക്രട്ടറിയെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും വയലാർ സാംസ്കാരിക വേദിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ വയലാർ സാംസ്കാരിക വേദിയുടെ വനിതാ വിഭാഗം എന്ന് പറയുന്നത്. എനിക്കതിൽ അതിയായ സന്തോഷമുണ്ട്. അത്രയും സന്തോഷിച്ചു അന്ന് അവിടെ നിന്ന്. കാരണം അത്ര നന്നായിട്ടായിരുന്നു അത് ചിട്ടപ്പെടുത്തി ഓരോ പരിപാടിയായിട്ട് അവതരിപ്പിച്ചത്. അത് അന്ന് സാക്ഷ്യം വഹിച്ച ഒരാളുടെ മനസ്സിലും ഇന്നതൊരു മറക്കില്ല. അങ്ങനെ അത്ര ഒരു ഓർമ്മയായിട്ട് നിൽക്കുന്നുണ്ട്. സതിച്ചേച്ചി പ്രത്യേകിച്ച് മിനിയെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇനിയും വരും വർഷങ്ങളിലും ഇതുപോലെ നമുക്ക് ഇതിലും മേൽമയായി ഇതിലപ്പുറമായി, കാരണം ഒരുപാട് വളർന്നു വരുന്ന യുവ ഗായകരും കലാകാരും ഈ വേദിയിലൂടെ വളർന്നു വന്നിട്ടുണ്ട്. അവർക്ക് ആവശ്യം പോലെ അവസരങ്ങൾ വയലാർ സാംസ്കാരിക വേദി കൊടുത്തിട്ടുണ്ട്. ഇനിയും അത്തരം കുട്ടികളെയും അല്ലെങ്കിൽ മുതിർന്നവരെ ആയാലും ഇതിൽ പങ്കെടുക്കാനും അവർക്ക് അവസരം കൊടുക്കാനും അവരെ വളർത്തിയെടുക്കാനും ഈ സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓരോ വർഷവും ഇതിലപ്പുറം ഗംഭീരമായി ഈ ഉത്സവം നടത്താൻ വയലാർ സാംസ്കാരിക വേദിക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ വയലാറിൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ സംസാരം നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത നമുക്കൊക്കെ പ്രിയങ്കരനായ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ രവിശങ്കർ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ദീപ്തമായ വയലാർ സ്മരണകൾക്ക് മുമ്പിൽ ആദ്യം തന്നെ ശ്രദ്ധാഞ്ജലികൾ അർപ്പിക്കുന്നു. നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും പ്യുവറായിട്ടുള്ള മ്യൂസിക്കിനോടുള്ള ഇഷ്ടം കൊണ്ട് കൂടിയതാണെന്നും വയലാർ എന്ന ആ മഹാനുഭാവൻ്റെ ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള ആദരവ് ഒരു വർഷത്തിൽ 1-2 ദിവസമെങ്കിലും ദീപ്തമായി തന്നെ മനസ്സിൽ ഉള്ള ശ്രദ്ധ അല്ലെങ്കിൽ ബഹുമാനം നമ്മളിവിടെ അർപ്പിക്കാൻ ഉള്ളൊരു മാനസികാവസ്ഥയിലാണ് പലപ്പോഴും എത്തുന്നത്. ഒരു ഗായകൻ എന്നുള്ള നിലയിൽ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എടുത്തു അല്ലെങ്കിൽ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ അല്ലെങ്കിൽ ഓരോ വളർന്നു വരുന്ന ഓരോ കലാകാരന്മാരുടെയും ഓരോ സ്റ്റേജസ് ഉണ്ട്. ഓരോ സ്റ്റേജിലും അവർക്ക് വേണ്ട രീതിയിലുള്ള പിന്തുണയും അവസരങ്ങളും നല്ല വേദികൾ, ഇതുപോലത്തെ പാട്ടുകൾ, പഴയ പാട്ട് അത് മോശം എന്ന് പറയുന്നൊരു അറിവില്ലായ്മയിലൂടെ ഒരുപാട് പേര് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും പഴയ പാട്ടുകളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഓരോ പഴയ പാട്ട് പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ പഴയ പാട്ടിലേക്ക് നമ്മൾ രണ്ടാമത് പിന്നൊരു ഒക്കേഷനിൽ അടുത്തൊരു സ്റ്റേജിൽ പാടാൻ വേണ്ടി ആ പാട്ടിലേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുവരുമ്പോഴും നമുക്ക് കിട്ടുന്ന സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ അറിവിൻ്റെ ചെറിയ ചെറിയ വെളിച്ചങ്ങൾ, അതാണ് സംഗീതത്തിൽ നമുക്ക് ധൈര്യത്തോടു കൂടി മുൻപോട്ട് പോകാനും നല്ലതേതെന്ന് നന്നായി തിരിച്ചറിയാനുമുള്ളൊരു അവസരം കൈവരുന്നത്. എസ്പെഷ്യലി എന്നെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്, ബാക്കിയുള്ളവരുടെ ഇതിൽ പറയുന്നല്ല. അപ്പോൾ ഇത്തരം വേദികൾ സുലഭമല്ലാതിരിക്കുന്ന ആയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇത് വളരെ ഒരു കണ്ണിനും കാതിനും ഒക്കെ ഒരുപാട് ഇമ്പം തരുന്ന ഒരു കാഴ്ചയാണ്. നിറഞ്ഞു വരുന്ന ഈ സദസ്സ്, നല്ല പാട്ടുകൾ ഇനിയും നിറയെ എല്ലാവരും നെഞ്ചോട് ചേർത്ത് തന്നെ പിടിക്കട്ടെ. അതിൻ്റെ സൗരഭ്യം എന്നും നമ്മുടെയൊക്കെ മനസ്സിൽ നിറച്ചുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു.
അതിന് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയും എസ്പെഷ്യലി അത് തുടങ്ങിയ സമയം മുതൽ രാമേന്ദ്രൻ ചേട്ടൻ പേഴ്സണലി എടുക്കുന്ന സ്ട്രെയിൻ നേരിട്ട് കണ്ട് കാലം ഇത്രയും 17 വർഷം എന്തോ പറഞ്ഞു. അപ്പോൾ അത്രയും വർഷത്തിൻ്റെ കണക്ക് ഞാൻ നോക്കുന്നില്ല. എന്നാലും തുടക്കം മുതൽ അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന സ്ട്രെയിൻ അതെന്തിനു വേണ്ടിയുള്ളതാണ് എന്നുള്ളത് കൃത്യമായിട്ടും തിരിച്ചറിയുന്നു. അതിൻ്റെ ഗുണഭോക്താക്കളായി നമ്മൾ കൊച്ചു കൊച്ചു ഗായകർ അല്ലെങ്കിൽ കലാകാരന്മാർ ഇവിടെ തന്നെ വളർന്നു വരട്ടെ, അതിന് ഉതകട്ടെ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ ശ്രമങ്ങൾ എന്നും ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. രവിശങ്കർ ഒരു ഗായകൻ എന്ന പേരിൽ നല്ലൊരു സംഘാടകൻ കൂടിയാണ്. നമുക്കൊക്കെ അറിയാവുന്ന സമം എന്നൊരു സംഘടനയുണ്ട്, അറിയായിരിക്കും. മലയാളത്തിലെ എല്ലാ സംഗീത സംവിധായകരുടെയും പാട്ടുകാരുടെയും സംഘടനയാണ്. MG ശ്രീകുമാർ, KS ചിത്ര, യേശുദാസാണ് പ്രസിഡന്റ്. അതിൻ്റെ സെക്രട്ടറിയാണ്. ഇപ്പം ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് നടന്ന ഉദയഭാനു സാറിൻ്റെയും ഒക്കെ ഈ മലയാളത്തിലെ എല്ലാ ഗായകരുടെയും പ്രശസ്തമായ സംഘടനയാണ് സമം. അതിൻ്റെ സെക്രട്ടറിയാണ്. ചിത്ര, MG ശ്രീകുമാർ, അങ്ങനെ പ്രശസ്തരായ മലയാളം പാട്ടുകാരെ ചേർത്തുകൊണ്ടുള്ള പരിപാടികളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ നായകനാണ്, അവരുടെയൊക്കെ നിയന്ത്രിതാവും കൂടെയാണ്. അപ്പം അത്തരത്തിലൊരു സംഘാടകൻ കൂടിയാണ് രവി. അടുത്തതായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ ഭണ്ഡാര നായകനും ഖജാൻജിയും പ്രശസ്ത ചരിത്ര ഗവേഷകൻ കൂടിയായ ശ്രീ ഗോപൻ ശാസ്ത്രമംഗലത്തെ ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഈ വയലാർ രാമവർമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് അനന്തപുരിയാണ്. ആ അനന്തപുരിയിലെ പ്രശസ്തമായ പുള്ളി ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതാൻ ഉപയോഗിച്ചിരുന്നത് നെയ്യാർ ഡാം എന്ന സ്ഥലമാണ്. അവിടുന്ന് അദ്ദേഹം 16ഓളം പാട്ടുകൾ രചിച്ചിട്ടുണ്ട്. അതേപടി തിരുവനന്തപുരത്ത് കൂടുതൽ അവസാനം പുള്ളി മരിക്കുന്നതും തിരുവനന്തപുരത്ത് വെച്ചാണ്. തിരുവനന്തപുരത്ത് സ്നേഹിച്ച വയലാർ രാമവർമ്മയുടെ പേരിലുള്ള വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ 2ാം ദിവസത്തെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ അവരുടെ സ്നേഹപൂർവ്വം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ വിജയകുമാർ അവരുടെ സ്നേഹപൂർവ്വം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഒപ്പം ഞങ്ങളുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മലയാള ഭാഷയുടെ അറിവിൻ്റെ കനി എന്ന് നമുക്ക് വിശേഷിക്കാവുന്ന മുൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ MR തമ്പാൻ സാറിനെ സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച ഞങ്ങളുടെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ജയശ്രീ ഗോപാലകൃഷ്ണൻ അവരുടെ ഞങ്ങൾ സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സിനിമാ പിന്നണി ഗായകൻ ശ്രീ രവിശങ്കറിനെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഞങ്ങളുടെ വനിതാ വിഭാഗത്തിൻ്റെ മുഴുവൻ പ്രവർത്തകരെയും, ഇഷ്ടംപോലെ പേരെടുത്താൻ പറയാനുണ്ട്, എല്ലാവരെയും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം കിഴക്കേക്കോട്ട പൗരസമിതിയുടെ ശ്രീ PKS രാജൻ സാറോടുണ്ട്. അതോടെ പ്രശസ്ത നാടക രചയിതാവ് ശ്രീമൂലനേരം മോഹൻ സാറുണ്ട്. ഉൾപ്പെടെ എല്ലാവരെയും, ഞങ്ങളുടെ ഈ സംഘടനയുടെ സാരഥി ശ്രീ മണക്കാട് രാമേന്ദ്രൻ ചേട്ടൻ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സഹൃദയർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. യോഗം അവസാനിക്കുകയാണ്. ഒരു 10 മിനിറ്റിനകം ശ്രീ രവിശങ്കർ, ചലച്ചിത്ര പിന്നണി ഗായകരായ രവിശങ്കർ, അഖില ആനന്ദ്, ആതിര മുരളി, പ്രാർത്ഥന രതീഷ്, ഗായകരായ സീമന്ത് ഗോപാൽ, ശ്രീജിത്ത് നായർ, സാവൻ ഗിരീഷ്, വിനോദ്, രാധിക രാമചന്ദ്രൻ, ശ്രദ്ധ പാർവതി, കീർത്തന രാജേഷ് എന്നിവർ പങ്കെടുക്കുന്ന മനോഹരമായ P. ഭാസ്കരൻ്റെ ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനസന്ധ്യ ആരംഭിക്കുകയാണ്. നാളെ വൈകുന്നേരം നേരത്തെ പറഞ്ഞതുപോലെ 5:30 ഗാനമേള ആരംഭിക്കും. അതിന് കുറച്ച് മുൻപ് തന്നെ ഇത് നമ്മുടെ പൊതുയോഗം അവസാനിക്കുന്നതാണ്. നാളെ സുപ്രസിദ്ധ പിന്നണി ഗായകൻ മണക്കാട് ഗോപൻ, സരിത രാജീവ് എന്നിവർ നയിക്കുന്ന ഗാനമേളയാണ്. അതുകൊണ്ട് എല്ലാ സഹൃദയരും നാളെ നേരത്തെ വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഉടൻ തന്നെ ഗാനമേള ആരംഭിക്കുന്നതാണ്.